പത്തനംതിട്ടയിലെ കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർത്തത് വ്യാജമായിട്ടല്ലെന്ന് വിവരാവകാശ രേഖ. അപേക്ഷയിൽ കാർഡുടമയുടെ സമ്മതപത്രം ഉണ്ടായിരുന്നു. ഉടമയുമായി ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പകർപ്പും ആധാർ കാർഡിന്റെ പകർപ്പും സമർപ്പിച്ചിരുന്നെന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ കുര്യൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർത്തത് വ്യാജമായിട്ടാണ്. അതുവഴി വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് ശ്രീനാദേവി കുഞ്ഞമ്മ കടന്നു കയറുകയാണ് ചെയ്തത്. അത് വളരെ വലിയ തരത്തിൽ വിവാദമായതാണ്. എന്നാൽ ഇപ്പോൾ നിലവിൽ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിലാണ് ഇപ്പോൾ വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മ ഈ പറയുന്ന റേഷൻ കാർഡിൽ തന്റെ പേര് ചേർത്തത് വ്യാജമായിട്ടല്ല എന്ന് തെളിയിക്കുന്നതാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരാവകാശ രേഖ. ഈ വിവരാവകാശ രേഖയിൽ പറയുന്നത് ഈ റേഷൻ കാർഡ് ഉടമയുടെ സമ്മതപത്രം, അതുപോലെ തന്നെ അവരുമായിട്ട് ബന്ധം തെളിയിക്കുന്ന ഏറത്ത് വില്ലേജ് ഓഫീസറുടെ അല്ലെങ്കിൽ ഏറത്ത് ബന്ധപ്പെട്ട അധികൃതരുടെ റിലേഷൻസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, ഇതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നൽകിക്കൊണ്ട് ഓൺലൈനായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ റേഷൻ കാർഡിൽ തന്റെ പേര് ചേർത്തത് എന്നുള്ള കാര്യമാണ് ഈ വിവരാവകാശ രേഖയിലൂടെ പുറത്തു വരുന്നത്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന റേഷൻ കാർഡ് ഉടമയുടെ മക്കൾ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് ഈ വ്യാജ രേഖ ചമച്ചുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ തന്റെ പേര് ചേർത്തത്. തങ്ങൾക്കാർക്കും ഇതറിയില്ല, അങ്ങനൊരു ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയായിട്ട് തങ്ങളുടെ അമ്മയ്ക്കോ തങ്ങൾക്കോ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അപ്പോൾ വ്യാജരേഖ ചമച്ചുകൊണ്ടാണ് ശ്രീനാദേവി റേഷൻ കാർഡിൽ കടന്നുകൂടിയത് എന്നുള്ള ആരോപണമായിരുന്നു റേഷൻ കാർഡ് ഉടമയുടെ മക്കൾ ആരോപണമായിട്ട് ഉന്നയിച്ചിരുന്നത്. നിലവിൽ എന്തായാലും ഈ മരണപ്പെട്ട റേഷൻ കാർഡ് ഉടമയുടെ സമ്മതപത്രം, ശ്രീനാദേവിയുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ബന്ധമടക്കമുള്ള കാര്യങ്ങൾ തെളിയിക്കുന്ന സമ്മതപത്രം, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപത്രം, മറ്റ് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് അടക്കമുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ഓൺലൈനിൽ സമർപ്പിച്ചുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർത്തത് എന്നുള്ള കാര്യമാണ് നിലവിൽ വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഇപ്പോഴും നേരത്തെ ഈ പറയുന്ന റേഷൻ കാർഡ് ഉടമയുടെ മക്കൾ ഉന്നയിച്ച ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. വ്യാജമായിട്ട് ഈ രേഖകൾ ചമച്ചുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ റേഷൻ കാർഡിൽ കടന്നുകൂടിയതെന്നാണ് അവരുടെ ആരോപണം. അതിനകത്ത് അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലടക്കം കേസ് നടക്കുകയാണ്. അതിനകത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. ഈ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് പേര് ചേർത്തതാണ് എങ്കിൽ പോലും ഈ രേഖകളുടെ സാധുത എത്രമാത്രമുണ്ട്, ഇത് നിയമപരമായിട്ട് രേഖകൾ ഉണ്ടാക്കിയതാണോ, അതിലടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കുകയാണ്. നിലവിൽ ശ്രീനാദേവിക്ക് ഒരു താൽക്കാലിക ആശ്വാസമാണ്. ഈ രേഖകൾ സംബന്ധിച്ച കാര്യത്തിൽ പോലീസിന്റെയും മറ്റ് ബന്ധപ്പെട്ട അന്വേഷണവും ഒക്കെ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. ദിലീപ് കുമാർ, വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.